ഹോളി മ്യൂസിങ്സ്. തിരുപ്പിറവി കൊണ്ടാടുന്ന വേളയിൽ തിരുവചനങ്ങളുടെ കാലിക പ്രസക്തിക്കായി കാതോർക്കാം, ചിന്തിക്കാം. ഹോളി മ്യൂസിങ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ സക്കറിയാവിൻ്റെ മകനായ യോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാവുകയും അതിൻ പ്രകാരം പാപമോചനത്തിനുള്ള മാനസാന്തര സ്നാനം ജനങ്ങളോട് പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. തങ്ങൾ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ ദാരിദ്ര്യത്തിലും ദുരിതത്തിലും കഴിയുന്നവരെ നമ്മൾക്ക് എങ്ങനെ സഹായിക്കാമെന്നത് ഇതിലൂടെ യോഹന്നാൻ സ്നാപകൻ വ്യക്തമാക്കുന്നു. പങ്കുവെക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷവും സംതൃപ്തിയും ഈ വചനങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഒരുപാട് സമ്പാദിച്ചിട്ട് പങ്കുവെക്കാമെന്ന് കരുതി കാത്തിരിക്കുന്നതിൻ്റെ അർത്ഥമില്ലായ്മയും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ചുങ്കക്കാരനോട് ജനങ്ങളിൽ നിന്ന് അധികം പിരിക്കരുതെന്നും പടജനത്തിനോട് ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും തങ്ങളുടെ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടുവാനും വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ ആവശ്യപ്പെടുന്നു. തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് തങ്ങളുടെ ഉയർന്ന പദവി ഉപയോഗിച്ച് ജനങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന ആളുകൾക്കുള്ള നല്ലൊരു ഉപദേശമായി നമുക്കിത് കാണുവാൻ സാധിക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ വിശുദ്ധ യോഹന്നാൻ സ്നാപകനും പുൽത്തൊഴുത്തും നമ്മെ പഠിപ്പിക്കുന്നു. തയ്യാറാക്കിയത് ജെറിൻ വർഗീസ് ചാക്കോ, 2ാം വർഷം മലയാളം ബിരുദ വിദ്യാർത്ഥി.